ഗുഡ് ഈവനിങ്. ഇവിടെ ഒരാൾ ഓണം വെക്കേഷൻ തുടങ്ങിയപ്പോൾ തന്നെ ചുമയും കൂടെ കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് സമയം ചുമച്ച് കഴിയുമ്പോൾ തന്നെ വയ്യാതെയാവുകയും ചെയ്യും. പിന്നെ ഒരു സാധനം കഴിക്കുന്നതുമില്ല. രാവിലെ ഉച്ചയ്ക്കും കഞ്ഞിയും പയറും മതി എന്ന് പറഞ്ഞ് അത് കഴിച്ചു. വൈകിട്ട് കഴിക്കാൻ എന്താ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് ഇനി ഒന്നും കഴിക്കാൻ വേണ്ട, ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുമായിരുന്നു. കഴിക്കാതെ മരുന്ന് കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ അമ്മയെന്ന് എനിക്കൊരു ദോശ മതിയെന്ന് പറഞ്ഞു. എപ്പോൾ ചോദിച്ചാലും പിന്നെ കറിയില്ലാത്ത ദോശ മാത്രമായാലും കഴിച്ചോളാം എന്ന് പറയും. അങ്ങനെ കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഫില്ലിങ്ങും കൂടെ ആക്കിയിട്ട് ദോശ തരാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ച് ഞാൻ കുറച്ച് സവാളയും ക്യാരറ്റും കൂടെ എടുത്ത് നന്നായിട്ട് നീളത്തിൽ മുറിച്ചു. ഭയങ്കര തിന്നായിട്ട് മുറിച്ചെടുത്തിട്ട് അതിനെ കുറച്ച് എണ്ണയിലൊന്ന് വഴറ്റി ഒരിത്തിരി ഉപ്പും മുളക് പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു. അതിനെ മാറ്റി വെച്ചിട്ട് ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുത്തു. അതിന് നടുവശത്തോട്ട് ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഇത്തിരി ഉപ്പും ഒരിത്തിരി ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഫില്ലിങ്ങും പിന്നെ കുറച്ച് ചീസും കൂടെ വെച്ചിട്ട് നല്ലോണം ഒന്ന് മടക്കിയെടുത്തു. നല്ല മുരിച്ചാണ് ദോശ എടുത്തത്. ഇടയ്ക്ക് സൈഡ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ റെഡിയാക്കി എടുത്തു. പിന്നെ ഈ വായ്ക്ക് രുചിയില്ലാതെ ഒന്നും കഴിക്കാതൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചാൽ മതിയെന്നാണല്ലോ. അപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞ് കുറച്ച് ബൂസ്റ്റ് ഇട്ട പാലും കൂടെ എടുത്തു. കഫക്കെട്ടുള്ളതുകൊണ്ട് കുറച്ചേ എടുത്തുള്ളൂ. സംഭവം എന്തായാലും ആൾക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഇത്തിരി എരിയും പുളിയും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇഷ്ടപ്പെട്ടു.